ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. ഇന്ന് സൺഡേ അല്ലേ, അപ്പം ഇന്ന് പ്രത്യേകിച്ച് വലിയ പരിപാടിയൊന്നുമില്ല കേട്ടോ. നല്ലോണം റെസ്റ്റ് എടുക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇന്ന് നമുക്ക് രണ്ടാൾക്കാരുണ്ട്, ഒന്ന് എൻ്റെ മോനും ഒന്ന് ഹസ്ബൻഡിൻ്റെ ചേച്ചിയുടെ മോളും, വേദമോൾ എന്നാണ് പേര്. അപ്പം ഈ സ്കൂൾ വെക്കേഷൻ ആകുമ്പം ഒരു 2-3 ദിവസം ഇടയ്ക്ക് എൻ്റെയും മോൻ്റെയും കൂടെ നിൽക്കാൻ വരാറുണ്ട്. അപ്പോൾ ഇന്ന് മോളുണ്ട്. അപ്പം ഇന്ന് രാവിലെ തന്നെ കുളിയൊക്കെ കഴിച്ച് ഞാനൊന്ന് മേക്കപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം പെൺകുട്ടികളെ ഇങ്ങനെ പുറപ്പെടുവിക്കാൻ. ആൺകുട്ടികളെ പ്രത്യേകിച്ച് നമുക്കൊന്നും ചെയ്യിപ്പിക്കാനില്ലല്ലോ. ഒരു ബനിയനിടുക, ട്രൗസർ ഇടുക, അതോടെ കഴിഞ്ഞ്. പക്ഷെ പെൺകുട്ടികൾക്ക് നമുക്ക് മുടിമാടി, പൊട്ടുകുത്തി, ലിപ്സ്റ്റിക് ഇടിയിച്ച്, കണ്ണെഴുതി, അങ്ങനെ എന്തൊക്കെ കാര്യങ്ങളല്ലേ. അപ്പോൾ എനിക്കെപ്പോഴും ഭയങ്കര ഇഷ്ടമാണ്. അതേപോലെ ഏട്ടൻ്റെ മോള് വന്ന് കഴിഞ്ഞാൽ മോക്കും ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ പുറപ്പെടാൻ വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് ഇനി ലിപ്സ്റ്റിക്കൊക്കെ എടുത്ത് തരും, കുറച്ച് ലിപ്സ്റ്റിക്ക് ഇട്ട് തരുമെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പെൺകുട്ടികളെ ഇങ്ങനെ പുറപ്പെടുവിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നൊരു സൺഡേ ആയതുകൊണ്ട് ഞാൻ കുറച്ച് ലേറ്റായിട്ട് എണീക്കാമെന്നാണ് വിചാരിച്ചത്. സാധാരണ മോനൊക്കെ വെക്കേഷൻ ടൈമിൽ 10-10:30 മണിയാകുമ്പോഴാണ് എണീക്കാറ്. പക്ഷേ ഇന്ന് എന്തുകൊണ്ടോ മോളുള്ളത് കൊണ്ടൊക്കെ രാവിലെ 6:30 എണീറ്റിട്ട് അമ്മയെന്ന് വിളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അവർക്ക് കളിക്കേണ്ട ചിന്ത മനസ്സിലുള്ളത് കൊണ്ടേ. പണ്ട് നമ്മൾ അങ്ങനെയല്ലേ, നമുക്ക് വെക്കേഷൻ ടൈമിലാണ് നമ്മൾ നേരത്തെ എണീക്കുക, സ്കൂളിൽ പോകുമ്പോൾ എണീക്കാൻ ലേറ്റാവും. അതേപോലെ നമ്മൾ ടൂറ് പോകുന്ന സമയത്തൊക്കെ നമുക്ക് ഉറക്കേ ഉണ്ടാവില്ല, രാവിലെ 5 മണിക്കൊക്കെ എണീറ്റ് ഇങ്ങനെ ഇരിക്കും. അത് സ്വാഭാവികമാണ് അല്ലേ, നമ്മൾ കുട്ടിക്കാലത്തും അങ്ങനെ തന്നെയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ മോനൊക്കെ സാധാരണ ലേറ്റായിട്ട് എണീക്കാറാണ് ചെയ്യാറ് ഈ വെക്കേഷൻ ടൈമിൽ. പക്ഷേ ഇന്നൊരു 6:30-6:45 ഉണർന്ന് ഇരിക്കുന്നുണ്ട്. രാവിലെ തന്നെ പല്ല് തേച്ച് കുളിച്ച് കളിക്കേണ്ട രീതിയിലാണ് ഉള്ളത്. അപ്പോൾ രാവിലെ ഞാനൊരു ബ്രെഡ് സാൻഡ്വിച്ച് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. മോനൊക്കെ ഭയങ്കര ഇഷ്ടമാണത്. അത് ഭയങ്കര സിമ്പിളാണ്. ഒരു ഓംലേറ്റ് എടുത്തിട്ട് അടിച്ചിട്ട് ബട്ടറിൽ ഒന്ന് ലൈറ്റായിട്ട് ഇതാക്കിയിട്ട് അല്ലെങ്കിൽ ചീസ് വെച്ച് കൊടുക്കുന്നുണ്ട്. കുറേ ചീസ് വെച്ചിട്ട് ഈ ബ്രെഡ് നടുക്ക് വെച്ചിട്ട് നമുക്ക് ടോസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. അത് മോനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സോസ് എടുത്തിട്ട് ഒരു സ്മൈലിയൊക്കെ വരച്ചിട്ട് കുറച്ച് നല്ല രസത്തിലാക്കുന്നുണ്ട്. മോനിതൊക്കെ ഭയങ്കര സന്തോഷമാട്ടോ ഇങ്ങനെയൊക്കെ കൊടുക്കുന്ന സമയത്ത്. ഞാൻ വിചാരിച്ചു ഇവർ രണ്ടാളും ഉണ്ടെങ്കിൽ കുറേ നേരം ഓടി ചാടി കളിക്കുകയൊക്കെയാണ് ചെയ്യാമെന്ന്. പക്ഷേ ഇവരങ്ങനെ കളിക്കുന്നൊന്നുമില്ല. അധികം നേരം ടി വിൻ്റെ മുന്നിലും ടാബിൻ്റെ മുന്നിലൊക്കെ തന്നെയാണ്. ഉച്ചയ്ക്ക് അമ്മ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. മോക്കും മോനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അത് രണ്ടാളും വേഗം കഴിച്ചു. വെക്കേഷൻ ടൈമിൽ ഇവർക്ക് കുറച്ച് വിശപ്പുണ്ടാവില്ല, കാരണം കുറേ കളിക്കുന്നത് കൊണ്ട്. അപ്പോൾ ഇവർക്ക് നേരത്തെ ബിരിയാണിയൊക്കെ കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം അവർ വീണ്ടും കളിക്കാൻ തുടങ്ങി. ഞാൻ കുറച്ചൊന്ന് ഉറങ്ങിക്കോളാൻ പറഞ്ഞതാണ്, പക്ഷെ അവർക്ക് ഉറങ്ങാനുള്ളൊരു മനസ്സില്ല. കാരണം രണ്ടാളും ഉണ്ടല്ലോ, എന്തൊക്കെ കളികളാണ് കളിക്കാന്നുള്ളൊരു ചിന്ത വന്നിട്ട് ഉറങ്ങുന്നേ ഇല്ല. അപ്പോൾ കുറച്ച് ജിങ്കയൊക്കെ എടുത്തിട്ട് കുറച്ച് നേരം ഇങ്ങനെ കളിക്കുന്നുണ്ട്. കൂടെ ഇരുന്ന് കഴിഞ്ഞാൽ അമ്മയും വാ കളിക്കാമെന്ന് പറയും. അപ്പം ഞാൻ അധികം അവരുടെ മുമ്പിൽ ചെന്ന് പെടാറില്ല. പക്ഷേ രസമാണ് അവർ കൂടെ കളിക്കുന്ന സമയത്തൊക്കെ. പക്ഷേ നമുക്ക് അവരത്ര എനർജി ഇല്ലാത്തത് കൊണ്ട് ഞാൻ അധികം കളിക്കാൻ നിൽക്കാറില്ല. പക്ഷേ അന്ന് വൈകുന്നേരം ആകുമ്പം മോള് പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഉറങ്ങാൻ പറഞ്ഞ സമയത്ത് പറഞ്ഞു ഉറങ്ങുന്നില്ല, ഉറങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് നേരമേ കളിക്കാൻ പറ്റുള്ളൂ. ഇപ്പം മോള് പോയതിൻ്റെ സങ്കടത്തിലാണേ മോൻ. ഇനി എപ്പോഴാണ് ചേച്ചി വരിക, കുഞ്ഞേച്ചി എന്നാണ് വിളിക്കുക, എപ്പോഴാണ് കുഞ്ഞേച്ചി വരാമെന്ന് പറഞ്ഞിട്ട് എന്നെ സങ്കടപ്പെട്ട് കരയാണ്. അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് 2 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ചേച്ചീനെ വീണ്ടും വിളിച്ചു കൊണ്ടുവരാൻ സമാധാനിപ്പിച്ചിട്ടാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത്.